അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വീട്ടിൽ പുറപ്പെട്ട് ഇങ്ങനെ കാറിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ദൃശ്യം, ഈ ദൃശ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ വേദനിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ ഇത് ആളുകൾ നിസ്സാരമായി കണ്ടതുകൊണ്ടായിരിക്കാമോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തെ, കാരണം റോഡിലൂടെ ആ കണ്ട ദൃശ്യങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ആ കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഉൾപ്പെടുത്തിയാൽ ആ പ്രദേശക്കാർക്ക് അത് ചിലപ്പോൾ മനസ്സിന് വേദന ഉണ്ടാകാം. ദൃശ്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഈ ദൃശ്യങ്ങളെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്. ഇത്തഖുൽ ലായിനൈനി, രണ്ട് ശാപങ്ങൾ അത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. ഖാലു വമൽ ലായിനാനി, എന്താണ് ആ രണ്ട് ശാപങ്ങൾ എന്ന് സ്വഹാബത്ത് യാ റസൂലല്ലാഹ്, നബിയേ ആ രണ്ട് ശാപങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫി ത്വരീഖിന്നാസ് ഔ ഫി ദില്ലിഹിം, ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ, അതുപോലെ ജനങ്ങൾ നിഴൽ കൊള്ളുന്ന വഴികൾ, വളരെ ജനങ്ങളൊക്കെ കാണുന്ന പബ്ലിക് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും സങ്കടമുണ്ടാക്കുന്നത് ഇത് നമ്മുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. ഈ ദൃശ്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞത്. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഇഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ എന്നാണ്. മറ്റൊരു സ്ഥലത്ത് വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദി എന്നാണ്. മറ്റൊരു സ്ഥലത്ത് വസിയാബക ഫതഹിർ എന്നാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനുള്ള ആയത്താണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹുവിൻ്റെ റസൂൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഅ്മുറു ബിത്തത്ഹീറിൽ അസ്വാക വത്തുറുകാത്ത് വയുആഖിബു മൻ അൽഖ എന്ന് ഹദീസിൽ കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാഴ്ചകൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ട് ശാപങ്ങൾ, അത് ഗൗരവമാണ്, സൂക്ഷിക്കണം. ഏതാണ് ആ രണ്ട് ശാപങ്ങൾ? ഖാലൂ ലഇനാനി യാ റസൂലല്ലാഹ്, നബി അത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് ജനങ്ങൾ പോകുന്ന വഴിയിൽ, അതായത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. സ്വന്തം വീട് അടിച്ച് വൃത്തിയാക്കി, വീടിൻ്റെ അടുക്കളയ്ക്ക് വൃത്തിയാക്കി അതിലുള്ള ഈ മാലിന്യങ്ങൾ റോഡരികിലിടുന്നവർ, ജനങ്ങൾ പാർക്കുന്ന സ്ഥലങ്ങളിലിടുന്നവർ ശ്രദ്ധിക്കണമെന്നാണ്. കാരണം ഈ ഒരു മാലിന്യം നിക്ഷേപിക്കൽ റോഡരികിൽ, ഇത്തരക്കാർ ഇതിനെ ഒരാളിങ്ങനെ കണ്ട് അയാൾ ശപിച്ചാൽ ആ ശാപം അത് സൂക്ഷിക്കേണ്ടതാണ് എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുഫ്സിദൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ അഴുക്ക് പരുത്തരുത് എന്നാണ്, മാലിന്യം പരുത്തരുത്. ബാദ ഇസ്ലാഇഹ, ഭൂമി ഭദ്രമായി കഴിഞ്ഞതിൻ്റെ ശേഷം, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അഴുക്ക് പരുത്തുന്നവരെ, മാലിന്യങ്ങൾ നിക്ഷേപിക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, അഴുക്ക് പരുത്തുക, ഇതിനെയൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഫസാദിന് അള്ളാഹു വീട്ടിൻ്റെ മാലിന്യങ്ങൾ റോഡരികിലിടുക, ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തി. അള്ളാഹ്ക്ക് അവരോട് വെറുപ്പാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം ആരോടാണ്? ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വീടിൻ്റെ മാലിന്യങ്ങൾ നാം റോഡരികിലും അല്ലെങ്കിൽ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ അത് ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ ഹദീസിലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം നോക്കുമ്പോൾ, അങ്ങനത്തുള്ള മാലിന്യങ്ങളൊക്കെ വൈമാത്തത്തുൽ അദാ അനി ത്വരീഖി സ്വദഖ എന്നാണ്. മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടാൽ അത് നീക്കം ചെയ്യൽ സ്വദഖയുടെ പുണ്യമുണ്ട് എന്ന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ അത്തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ കണ്ടാൽ
നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അത് ഒരുങ്ങി ആ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കി അവിടെ ശുദ്ധീകരിക്കണം. അതിനൊക്കെ വലിയ പുണ്യമുണ്ടാകുന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ദുല്ലനി, അതായത് ദല്ലൂനി, എനിക്ക് അറിയിക്കണം, ഫി ഖബ്രിഹ എന്നാണ്. അതായത് പള്ളി അടിച്ചു വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ അവർ ഖബറടക്കി. അവരത് നിസ്സാരമായി കണ്ടു. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുല്ലൂനി, എനിക്ക് ആ ഖബർ എവിടെയാണ് അറിയിച്ചു തരണം. നേരെ അള്ളാഹുവിൻ്റെ ഹബീബ് പോയി അവിടെ ഫസല്ല അലൈഹ, ആ മഹദിയുടെ പേരിൽ നിസ്കരിക്കുകയും ചെയ്തു. നമുക്ക് അടിച്ചു വാരുക, വീട് വൃത്തിയാക്കി, റോഡ് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു യഅ്മുറു ബിത്തത്ഹീറിൽ അസ്വാഖ് വത്തുറുകാത്ത്, അതായത് വഴികൾ, അങ്ങാടികൾ വൃത്തിയാക്കാൻ കൽപ്പിക്കുമായിരുന്നു. വയുആഖിബു, ആരെങ്കിൽ അങ്ങനെ ഇടുന്നത് ഒരാളെ ശ്രദ്ധയിൽ, ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ പ്രവൃത്തി ചെയ്യരുത്, ഇത് പാടില്ലാത്തതാണ് എന്നെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്. വയുആഖിബു മൻ അൽഖൽ ഖദർ, അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ, മാലിന്യങ്ങൾ റോഡരികിൽ നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടാൽ അവരെ ശിക്ഷിക്കുമായിരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം വലിയ ഗൗരവമുള്ള വിഷയമാണ് മാലിന്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ റോഡരികിലോ കിട്ടുന്ന സ്ഥലങ്ങൾ വലിച്ചെറിഞ്ഞ് അങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതൊക്കെ നമുക്കൊക്കെ നിസ്സാരമാണ്. നമ്മുടെ വീടിൻ്റെ ഒരു അഴുക്കൊന്ന് വൃത്തിയായി കിട്ടിയല്ലോ, അൽഹംദുലില്ലാ, സന്തോഷം. പിന്നെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് അതാ മാലിന്യങ്ങളത്തിൻ്റെ കെട്ടിങ്ങനെ കൊടുക്കും. മിക്ക ഇത് പിടിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, പുത്തൂരിലേക്കാണോ അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നത്, കയ്യിൽ കൊടുത്തയക്കും. പാവം, അവർക്ക് പിന്നെ ഗതിയില്ലാതെ കൊണ്ടുവരും. അവർക്ക് എവിടെ തോന്നുന്നോ അവിടെ അങ്ങ് വലിച്ചെറിയും. അവരങ്ങനെ വലിച്ചെറിയാനുള്ള കാരണമുണ്ട്. കാരണം അത് അത്ര വലിയ ഗൗരവമുള്ള വിഷയമല്ല എന്നാണ് വിചാരിച്ചത്. വീടൊന്ന് ശുദ്ധിയാവുക, അടുക്കളൊന്ന് ശുദ്ധിയാകുക, നമ്മുടെ വീടിൻ്റെ മുറ്റൊന്ന് ശുദ്ധിയായാൽ ബാക്കിയെല്ലാം കാര്യം ഓക്കെ എന്നാണ്. വസിയാബക ഫത്വഹിർ എന്നാണ് വിശുദ്ധ ഖുർആൻ. അത്ഹൂറു ഷത്റുൽ ഈമാൻ, ഈമാൻ്റെ പകുതി ശുദ്ധിയാണ്. നമ്മുടെ വീട് മാത്രമല്ല, നമ്മുടെ നാട്, നമ്മുടെ റോഡ്, നമ്മുടെ എല്ലാം അത് ശുദ്ധിയാക്കണം. നാം റോഡിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ കണ്ടാൽ ചെറുപ്പക്കാർക്ക് സംഘടിപ്പിച്ചത് വൃത്തിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്വതക്കയുടെ പുണ്യമുണ്ട് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അത്തരത്തിലുള്ള ചെറുപ്പക്കാർ അതിന് ഇറങ്ങി പ്രവർത്തിക്കണം. ഒരുപാട് പ്രവർത്തകന്മാരൊക്കെ ഉണ്ടല്ലോ, ആ പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള പ്രവർത്തിയൊക്കെ ചെയ്ത് സ്വതക്കയുടെ പുണ്യമുണ്ടെന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള മാലിന്യങ്ങൾ കണ്ടാൽ ഇനിയിപ്പോൾ അവനെ അന്വേഷിച്ച് അവരെ ഫളിയത്താക്കി നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്കതൊന്ന് വൃത്തിയാക്കാം, മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യം ഗൗരവമുള്ളതിനെ ഗൗരവത്തോട് തന്നെ കാണാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.